ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളും അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. സർവവസ്തുക്കളും പരിണാമത്തിന് വിധേയമാണ്. അതുകൊണ്ടാണ് ഇവ നശ്വരമാണ് എന്ന് പറയുന്നത്. ഇത് ക്ഷണികമാണ്, തുച്ഛമാണ്. ഏത് നിമിഷത്തിലും ഇത് നാശോന്മുഖം ആവുന്നതാണ്. എന്നാൽ ഇതിനെല്ലാം അവലംബം നശിക്കാത്ത ഒന്നാണ്. നശിക്കുന്ന ഈ വസ്തുക്കൾക്കെല്ലാം അവലംബമായിരിക്കുന്നത് നശിക്കാത്ത ഒന്നാണ്. ഏതുപോലെ ഒരു വാഹനം ഓടണമെങ്കിൽ ഓടാത്ത ഒരു റോഡ് വേണം. ഓടാത്ത അല്ലെങ്കിൽ നിശ്ചലമായ ഒരു റോഡിൽ കൂടി മാത്രമേ ചലിക്കുന്ന വാഹനത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെയാണ് ഒരിക്കലും നശിക്കാത്ത ഒന്നിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ വസ്തുക്കളെല്ലാം ചലിക്കുന്നതും. അത് വെള്ളത്തിൽ കുമിളയുണ്ടാകുന്നത് പോലെ അത് വെള്ളത്തിൽ നിന്നുണ്ടാവുകയും വെള്ളത്തിൽ തന്നെ നിലനിൽക്കുകയും വെള്ളത്തിൽ തന്നെ നശിക്കുകയും ചെയ്യുന്നു. അതിനൊരു കവി പറയുന്നു, ഓടും ശകടത്തിനോടാത്ത പാത പോൽ സ്ഥായിയായൊന്നിൻ്റെ മാനം, പൂജ്യങ്ങൾ പൂജിതമാകുന്നതൊന്നിൻ്റെ മൂല്യം മതിക്കുമ്പോൾ മാത്രം. ഓടും ശകടത്തിനോടാത്ത പാത പോൽ, ശകടം എന്ന് പറഞ്ഞാൽ വണ്ടി, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് അവലംബമായിരിക്കുന്നത് ഓടാത്ത ഒരു റോഡാണ്. ഓടും ശകടത്തിനോടാത്ത പാത പോൽ, ഓടാത്ത ഒരു വഴി പോലെ സ്ഥായിയാണ് ഒന്നിൻ്റെ മാനം. ഒന്നായിരിക്കുന്ന ആ പരമാത്മാവാണ് എല്ലാത്തിനും അടിസ്ഥാനമായിരിക്കുന്നത്. അതിനെയാണ് ആ ഒന്ന് എന്ന് പറയുന്നത്. സ്ഥായിയാണ് ഒന്നിൻ്റെ മാനം. ആ ഒന്നിൻ്റെ മാനദണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ അളവ് അത് സ്ഥായിയാണ്, അത് സ്ഥിരമാണ്, അതെന്നും നിലനിൽക്കുന്നതാണ്. അതിനെയാണ് സത്യം എന്ന് പറയുന്നത്. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒക്കെ ആധാരമായി നിലനിൽക്കുന്നത്. അത് ഓരോ അണുവിലും അണുവായും വർത്തിക്കുന്നു, ബൃഹത്തിൽ ബൃഹത്തായും വർത്തിക്കുന്നു. ഈശാവാസ്യമിതം സർവം, ഇവിടെ സർവത്തിലും ഈശ്വരൻ വസിക്കുന്നു എന്ന് പറയുന്നത് അതാണ്. ശാസ്ത്രം എന്ന് പറയപ്പെടുന്ന ആ ഊർജം എന്ന് പറയുന്ന ശക്തിവിശേഷം ഏതുപാധിക്ക് വിധേയമാകുന്നുവോ ആ ഉപാധി അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഓടും ശകടത്തിനോടാത്ത പാത പോൽ സ്ഥായിയാണൊന്നിൻ്റെ മാനം, പൂജ്യങ്ങൾ പൂജിതമാകുന്നതൊന്നിൻ്റെ മൂല്യം മതിക്കുമ്പോൾ മാത്രം. പൂജ്യം എന്നാൽ ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളും നമ്മുടെ ശരീരമടക്കം സർവവും പൂജ്യത്തിന് സമാനമാണ്. അത് ഒന്നിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ പൂജ്യങ്ങൾക്കെല്ലാം വിലയുള്ളൂ. അതുപോലെ പ്രപഞ്ച വസ്തുക്കൾക്കെല്ലാം സ്ഥായിയായിരിക്കുന്ന ആ ചൈതന്യം ഉള്ളപ്പോഴേ ഇതിനൊക്കെ ഉണ്ടാവലും നിലനിൽക്കലും പരിണമിക്കലും തിരോഭവിക്കലും എല്ലാം അതേ ശക്തി തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് മരിക്കുന്നത്, അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് പരിണമിക്കുന്നത്, അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും അത് സൂക്ഷ്മമണ്ഡലത്തിലേക്ക് മറയുന്നതും അല്ലെങ്കിൽ മറയ്ക്കുന്നതും അത് തന്നെയാണ്. എന്തിനും ആധാരമായിരിക്കുന്നത് അതാണ്. അതിനെ ഒഴിച്ചു നിർത്തിയാൽ ഈ പ്രപഞ്ചം എന്ന ഒരു വ്യവഹാരമേ ഇല്ല. എല്ലാത്തിനും കാരണമായിരിക്കുന്നത് അതാണ്. ആ കാരണത്തിൽ നിന്നുണ്ടായതാണ് ഈ കാര്യം. കാര്യമായ ഈ വസ്തു നിലനിൽക്കണമെങ്കിൽ കാരണമായ അത് വേണം. എന്നാൽ ആ കാരണം മാറ്റി നിർത്തിയാൽ കാര്യം എന്ന വസ്തുതയേ ഇല്ല.
കാര്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ കാരണമായിരിക്കുന്ന അത് കൂടിയേ കഴിയൂ. എന്നാൽ കാരണത്തിന് നിലനിൽക്കാൻ ഈ കാര്യത്തിൻ്റെ ആവശ്യവുമില്ല. ഈ പ്രപഞ്ചാദി വസ്തുക്കളെല്ലാം കാര്യമാണ്. ഇതിനൊക്കെ കാരണമായിരിക്കുന്ന പരമ്പൊരുൾ ഉണ്മയാണ്, അതെന്നും ഉള്ളതാണ്. അതിന് ഇതിൻ്റെ ഒന്നും സാന്നിധ്യം ആവശ്യമേ ഇല്ല. എന്നാൽ അത് രൂപാന്തരപ്പെട്ടതാണ് ഇതെല്ലാം. ഇതിന് അതുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. ഇതിന്, അതായത് കാര്യമായ ഈ വസ്തുക്കൾക്ക് കാരണമായിരിക്കുന്ന പരമാത്മാവിൻ്റെ സാന്നിധ്യം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണെന്ന സത്യം നാം എപ്പോഴും ഓർമ്മിക്കണം. അതിലാണ് എല്ലാം നിലനിൽക്കുന്നത്, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്, അതിൽ തന്നെയാണ് എല്ലാം ലയിക്കുന്നത്. ഓടും ശകടത്തിനോടാത്ത പാത പോൽ സ്ഥായിയാണൊന്നിൻ്റെ മാനം. പൂജ്യങ്ങൾ പൂജിതമാകുന്നതൊന്നിൻ്റെ മൂല്യം മതിക്കുമ്പോൾ മാത്രം.